രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇവ ശീലമാക്കാം. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയിലും സാംക്രമിക രോഗങ്ങളുടെ പശ്ചാത്തലത്തിലും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുക എന്നത് ഏറെ പ്രധാനമാണ്. നമുക്ക് ചുറ്റുമുള്ള പല ഭക്ഷണ പദാർത്ഥങ്ങളും കൃത്യമായ രീതിയിൽ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തിയാൽ രോഗങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന 6 പ്രധാന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. നാരകഫലങ്ങളാണ് ഈ പട്ടികയിൽ ഒന്നാമതായി വരുന്നത്. ഓറഞ്ച്, മധുരനാരങ്ങ, നാരങ്ങ എന്നിവയിൽ സമൃദ്ധമായുള്ള വൈറ്റമിൻ സി അണുബാധകളെ ചെറുക്കുന്ന ശ്വേതരക്താണുക്കളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ശരീരം വൈറ്റമിൻ സി ശേഖരിച്ചു വെക്കാത്തതിനാൽ ഇത്തരം പഴങ്ങൾ ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ മറ്റൊരു പ്രധാന സ്രോതസ്സാണ് ചുവപ്പ് ക്യാപ്സിക്കം. നാരകഫലങ്ങൾ കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഇവയിൽ ബീറ്റ കരോട്ടിനും ധാരാളമുണ്ട്. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ചർമ്മത്തിന്റെയും കണ്ണുകളുടെയും ആരോഗ്യത്തിനും ഉത്തമമാണ്. ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ യോഗേർട്ട് സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്സ് എന്ന നല്ല ബാക്ടീരിയകൾ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. പഞ്ചസാര ചേർക്കാത്ത പ്ലെയിൻ യോഗേർട്ടാണ് ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യം. രുചി വർദ്ധിപ്പിക്കാനായി ഇതിൽ പഴങ്ങളോ നട്ട്സോ ചേർക്കാവുന്നതാണ്. ഔഷധ ഗുണങ്ങളുടെ കലവറയായ വെളുത്തുള്ളിയും ഇഞ്ചിയും നിത്യവും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് അണുബാധകളെ അകറ്റി നിർത്താൻ സഹായിക്കും. വെളുത്തുള്ളിയിലെ അല്ലിസിൻ എന്ന സൾഫർ സംയുക്തവും ഇഞ്ചിയിലെ ജിഞ്ചറോളും മികച്ച ആന്റി ബാക്ടീരിയകൾ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. മത്സ്യാഹാരം ഇഷ്ടപ്പെടുന്നവർക്ക് കൊഴുപ്പുള്ള മത്സ്യങ്ങൾ മികച്ച തെരഞ്ഞെടുപ്പാണ്. മത്തി, അയല, കോര തുടങ്ങിയ മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡുകളും വൈറ്റമിൻ ഡിയും ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി ദൃഢമാക്കാനും സഹായിക്കുന്നു. ആഴ്ചയിൽ 3-4 തവണ ഇത്തരം മത്സ്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ മികച്ച ആരോഗ്യ ഫലങ്ങൾ നൽകുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.